സ്റ്റോപ്പിംഗ് ആൻഡ് ബ്ലോക്കിംഗ് എ ത്രെഡ്. നമ്മളിപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു റണ്ണിങ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ ഒരു റണ്ണബിൾ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അതായത് റൺ മെത്തേഡ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോപ്പിംഗ് ആൻഡ് ബ്ലോക്കിംഗ് എ ത്രെഡ്. സ്റ്റോപ്പിംഗ് എ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ത്രെഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റണ്ണിങ് സ്റ്റേറ്റ് എന്ന് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? സ്റ്റോപ്പ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്തിട്ട്. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എ ത്രെഡ് ഡോട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു റണ്ണിങ് സ്റ്റേറ്റിലെ ത്രെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഇനി ത്രെഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റണ്ണിങ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് ഡെഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി ബ്ലോക്കിംഗ് എ ത്രെഡ്. എങ്ങനെയാണ് ഒരു ത്രെഡിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ത്രെഡിനെ നമുക്ക് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് സ്ലീപ്പ് മെത്തേഡോ സസ്പെൻഡ് മെത്തേഡോ അല്ലെങ്കിൽ വെയിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ത്രെഡിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ത്രെഡിനെ നമ്മൾ സ്ലീപ്പ് ചെയ്യിക്കുകയാണ്. അത് അവിടെ ആ മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മില്ലി സെക്കൻഡ്സ് ആണ് അവിടെ ടൈം നമ്മളവിടെ പാസ് ചെയ്ത് ഒരു പാരാമീറ്റർ ആയിട്ട് അവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സസ്പെൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്ലോക്ക് അൺടിൽ ഫാദർ ഓർഡർ, ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സസ്പെൻഡ് ചെയ്യണം. ദെൻ വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ത്രെഡിൻ്റെ ലൈഫ് സൈക്കിളാണ്. ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതിൽ ഒന്ന് ന്യൂ ബോൺ സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, ദെൻ ബ്ലോക്ക് സ്റ്റേറ്റ് ആൻഡ് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ആ ത്രെഡ് എന്ന് പറയുന്നത് ന്യൂ ബോൺ സ്റ്റേറ്റിലാവാം. അതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ ന്യൂ ബോൺ സ്റ്റേറ്റ്, ദെൻ എന്താണ് റണ്ണിങ് സ്റ്റേറ്റ്, ദെൻ ബ്ലോക്ക് സ്റ്റേറ്റ് ആൻഡ് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ന്യൂ ബോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ന്യൂ ബോൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴാണ് ഒരു ന്യൂ ബോൺ സ്റ്റേറ്റിലെത്തുന്നത്, അതിൻ്റെ റൺ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ന്യൂ ബോൺ സ്റ്റേറ്റിലെത്തുന്നത്. ഇനി ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ന്യൂ ബോൺ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് മാറാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഡെഡ് സ്റ്റേറ്റിലോട്ട് മാറാം. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, ഇത് തന്നെയാണ് ഒരു ഷെഡ്യൂളിങ് ഇറ്റ് ഫോർ റണ്ണിങ് യൂസിങ് സ്റ്റാർട്ട് മെത്തേഡ് ഓർ കിൽ ഇറ്റ് യൂസിങ് സ്റ്റോപ്പ് മെത്തേഡ്. അപ്പം നമുക്ക് തൽക്കാലം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപക്ഷെ എന്താണ് ആ ത്രെഡ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നവരെ നമുക്കതിനെ റൺ ചെയ്യിക്കേണ്ട. അപ്പം എന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് എന്ത് വന്നാലും എന്താണ് ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ന്യൂ ബോൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരു ന്യൂ ബോൺ സ്റ്റേറ്റിലോട്ട് എത്തുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൺ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അതൊരു ന്യൂ ബോൺ സ്റ്റേറ്റിലോട്ട് എത്തുക. അപ്പോൾ ന്യൂ ബോൺ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് മെത്തേഡിനെ കോൾ ചെയ്ത് ഡെഡ് സ്റ്റേറ്റിലോട്ട് പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഒരു റണ്ണബിൾ സ്റ്റേറ്റിലോട്ടായിട്ട് മാറാം. ഇനി ഇവിടെ റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മീൻ ചെയ്യുന്നത് എന്താ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, റണ്ണബിൾ സ്റ്റേറ്റിനെ എന്നുള്ളോട്ട് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, അതൊരു പ്രോസസ്സേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഒരു 3-4 ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അറ്റ് എ ടൈമിൽ 3-4 ത്രെഡിനെ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് റൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചല്ല റൺ ചെയ്യുന്നത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരിപ്പം എല്ലാം ഈക്വൽ പ്രയോറിറ്റി ആണെങ്കിൽ ആ ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ സ്ലോട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവിടെ റൗണ്ട് റോബിൻ ഫാഷനിലാണ് എന്ത് ചെയ്യുക, ആ ഒരു ത്രെഡ് എന്ന് പറയുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ 4 ത്രെഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫിഗറിൽ 4 ത്രെഡ് ഉണ്ട്. ഈ 4 ത്രെഡും റൺ ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത റൺ ചെയ്യും. അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യണം, ഓരോ ത്രെഡിന് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനനുസരിച്ചിട്ട് ആ ത്രെഡ് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യണം, കറൻറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈൽഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് ആണ്. അതായത് തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യിക്കുകയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓരോ ടൈം സ്ലൈസ് കൊടുത്തിട്ടുണ്ട്. ആ ടൈം സ്ലൈസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി റണ്ണിങ് സ്റ്റേറ്റ് ആണ്. അതായത് റണ്ണിങ് മീൻസ് ദാറ്റ് ദി പ്രോസസ്സർ ഹാസ് ഗിവൺ ഇറ്റ്സ് ടൈം ടു ദി ത്രെഡ് ഫോർ എക്സിക്യൂഷൻ. അതായത് എക്സിക്യൂഷൻ്റെ ആ ഒരു ഇതാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഹയർ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ത്രെഡും അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സസ്പെൻഡ് മെത്തേഡ്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡാണെന്ന് വിചാരിക്കും. ആ റണ്ണിങ് ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പററി നമ്മൾ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതവിടെ സസ്പെൻഡ് സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ റിസ്യൂം എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ വീണ്ടും എന്ത് ചെയ്യണം, അതിന് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ആണ്. സ്ലീപ്പിംഗ് സ്റ്റേറ്റിൽ, അതായത് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡിനെ നമുക്കൊരു തൽക്കാലത്തേക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കതിനെ സ്ലീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. തൽക്കാലത്തേക്ക് അവിടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് സ്ലീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്ലീപ്പിംഗ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്ലീപ്പിംഗ് സ്റ്റേറ്റിലോട്ട് മാറണം. അവിടെ ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടി എന്ന് പറയുന്ന അവിടെ മില്ലി സെക്കൻഡ്സ് ആണ്. അവിടെ ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പാസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, അതിനെ കോൾ ചെയ്യുന്ന സമയത്ത് അത് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ എന്ത് ചെയ്യണം, അത് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് മാറണം. ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്ന എലാപ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് മാറും. ആ ഒരു ടൈം കംപ്ലീറ്റ് ചെയ്ത് വരെയാണ് എന്ത് ചെയ്യാണ്, അത് അവിടെ സ്ലീപ്പിംഗ് സ്റ്റേറ്റിലോട്ട് മാറാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നവരെന്താണ്, അതായത് വെയിറ്റിങ്ങിലോട്ട് പോകണം. അപ്പോൾ അവിടെ വെയിറ്റ് മെത്തേഡിന് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ആ ഒരു ഇതിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ടിഫൈ എന്ന് പറയുന്ന മെത്തേഡിന് കോൾ ചെയ്യുന്ന സമയത്ത് അത് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് മാറും. ഇനി ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റണ്ണബിൾ സ്റ്റേറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അവിടെ നമ്മൾ പറയുകയാണ്, നേരത്തെ നമ്മൾ സസ്പെൻഡ്, അതേപോലെ തന്നെ സസ്പെൻഡ്, അതേപോലെ തന്നെ സ്ലീപ്പ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ നമ്മൾ, വെയിറ്റ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോട്ട് റണ്ണബിൾ എന്നുള്ളതാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ എന്ത് ചെയ്യാണ്, അതവിടെ തിരിച്ച് റൺ ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതിനെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻസ് ആവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ത്രെഡിന് തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഡെഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, അത് ആ ഒരു റണ്ണബിൾ സ്റ്റേറ്റ്, റൺ മെത്തേഡ് എപ്പോഴാണോ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ആയിട്ട്
അതിൻ്റെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. കാരണം ഓരോ ത്രെഡിനും എന്താണ് ഓരോ ലൈഫ് സൈക്കിളാണുള്ളത്. അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താകും, അത് നോട്ട് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകും. അതായത് അവിടെ എന്താണ് ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. അല്ല ഇനി നമുക്ക് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചില ത്രെഡുകളെ നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് ഡെഡ് സ്റ്റേറ്റിലോട്ട് മാറ്റണം. അതായത് അവിടെ റണ്ണബിൾ അല്ലാത്ത സ്റ്റേറ്റിനെ നമുക്ക് എന്ത് പറയാം, ഡെഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതായത് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകാം. ഇനി ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മളൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ത്രെഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു ക്ലാസ്. ദെൻ എന്ത് ചെയ്യാണ്, അതിലൊരു റണ്ണിങ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് റൺ എന്ന് പറയുന്ന മെത്തേഡാണ് ഇവിടെ പോകുന്നത്. ദെൻ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫോർ i = 1 i less than 5 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർ ലൂപ്പ് തന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം, അതിലൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്, ഇഫ് i = 1 ആണെങ്കിൽ yield എന്ന് പറയുന്ന മെത്തേഡ്, അതായത് തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടെമ്പററിലി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യുന്നു, അതിനവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യുന്നു. ദെൻ അഗെയിൻ മറ്റൊരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും സെയിം ഫോർ ലൂപ്പ് തന്നെയാണ്. അവിടെ ഈ j എന്ന് പറയുന്ന =3 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ത്രെഡിനെ അവിടെ ബിയിലെ ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യണം. ദെൻ സി എന്ന് പറയുന്ന ത്രെഡും അഗെയിൻ സെയിം ഫോർ ലൂപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതിൽ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ 1000 മില്ലി സെക്കൻഡ്സിൽ എന്ത് ചെയ്യണം, k = 1 എന്ന് പറയുന്ന സമയത്ത് അതിനെ അവിടെ സ്ലീപ്പ് ചെയ്യണം. ഇനി നമ്മൾ മെയിൻ ത്രെഡ് റൺ ചെയ്യാണ്. മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് മെയിൻ ത്രെഡാണത്. ഇവിടെ എന്താണ്, മെയിൻ മെത്തേഡിൽ 3 ത്രെഡിൻ്റെയും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ത്രെഡിനും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ത്രെഡ് a.start. ഇവിടെ എന്തായി, ഓരോ ഈ സ്റ്റാർട്ട് മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ത്രെഡ് റൺ ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ത്രെഡ് എനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ത്രെഡ് എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, എയിലോട്ട് പോകും. ഇവിടെ എ എന്ന് പറയുന്നത് ഫോർ i = 1 i less than or equal to 5 i plus if i എന്ന് പറയുന്നത് ഡബിൾ = 1 ആകുമ്പോൾ എന്താണ്, yield മെത്തേഡാണ്. അതായത് തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ദെൻ നെക്സ്റ്റ് ബീനെ കോൾ ചെയ്തിട്ടുണ്ട്, സീനെയും കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ബിയിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, ഈ j എന്ന് പറയുന്നത് =3 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, 1 പ്രിന്റ് ചെയ്യുന്നു, 2 പ്രിന്റ് ചെയ്യുന്നു, 3 എന്ന് പറയുന്നത് സ്റ്റോപ്പായി. ഇവിടെ k എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവിടെ സ്ലീപ്പ് ചെയ്യാണ്. അപ്പം എഗെയിൻ എന്ത് ചെയ്യാണ്, അവിടെ പിന്നെയും ഈ ഒരു ഇതിലേക്ക് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യാണ്, അപ്പോൾ അവിടെ ഈ ബി എന്ന് പറയുന്നത്, ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, സ്റ്റാർട്ട് a b c 3 ത്രെഡിനെ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുത്ത്, എ എന്ന് പറയുന്നത് അവിടെ yield മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് തൽക്കാലത്തേക്ക് ടെമ്പററിലി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നീട് എന്ത് ചെയ്യാണ്, ബിയിലേക്ക് പോയിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 1ഉം 2ഉം പ്രിന്റ് ചെയ്യും. എന്ത് ചെയ്യണം, j = 3 ആകുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം j എന്ന് പറയുന്ന അവിടെ ടെമ്പററിലി നമ്മൾ എന്ത് ചെയ്തു, അവിടെ ജെനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ദെൻ എഗെയിൻ എന്ത് ചെയ്യാണ്, സിയിലോട്ട് പോകുമ്പോൾ സി എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്യില്ല. കാരണം അവിടെ സി എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലാണ്. അവിടെ ഒരു 1000 മില്ലി സെക്കൻഡ്സിൽ എന്ത് ചെയ്യണം, അവിടെ സ്ലീപ്പിംഗ് സ്റ്റേറ്റിലാണ്. ദെൻ എഗെയിൻ എന്ത് ചെയ്യുന്നു, അവിടെ റൺ ചെയ്യും. എഗെയിൻ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, എഗെയിൻ റൺ ചെയ്യാണ്. അവിടെ 1 2 3. ദെൻ എന്ത് ചെയ്യണം, മെയിൻ ത്രെഡ് എൻഡ് ചെയ്യുന്നു. ദെൻ പിന്നീട് എന്ത് ചെയ്യണം, സി പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നായിട്ട് പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് ആ ഒരു ത്രെഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.